അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് നാടൻ വിഭവമായ മീൻ പീര തയ്യാറാക്കിയെടുക്കാം. എല്ലാ ദിവസവും നമ്മൾ മീൻ കറി കഴിക്കുന്നതിന് വളരെ വ്യത്യസ്തമായിട്ട് നന്നായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി ചുമന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊളിച്ചെടുത്തിട്ടേ ഉള്ളൂ, അല്ലാതെ അരിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനായിട്ട് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്നങ്ങ് ചതച്ചങ്ങെടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്ത് നമുക്കൊന്നും കൂടി അങ്ങ് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞു വരണ്ട കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് അരച്ച് എടുത്താൽ മതിയാകും. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കറി തയ്യാറാക്കുമ്പോൾ ഒന്ന് പറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ആ മിക്സി ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിനാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് വറുക്കാതെ നല്ല പച്ച ഉലുവ തന്നെയാണ് കേട്ടോ, വറുത്തിടേണ്ട ആവശ്യമില്ല, പച്ച ഉലുവ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ മത്തി, അതായത് ചാള മീനാണ് എടുത്തിട്ടുള്ളത്. 4 മത്തി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നെത്തോലി എടുക്കാം, അതുപോലെ തന്നെ കാരൽ, കുറിച്ചി എന്നൊക്കെ പറയുന്ന ആ മീൻ എടുക്കാം. ഏത് മീൻ എടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതുപോലെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നെത്തോലി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു അരപ്പിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യാം. പുളി ചേർക്കുമ്പോൾ നിങ്ങൾ സാധാ പുളിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പ് അരച്ചെടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് പുളി ചേർത്ത് അരച്ചെടുത്താലും മതിയാകും. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ വെള്ളം വേണ്ടത്. അപ്പോൾ ഇതിനേക്കാളും കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതങ്ങ് വറ്റിച്ച് എടുക്കണം. മീൻ വേഗം തന്നെ വെന്തോളും. കാരണം നമ്മൾ അധികം വേവില്ലാത്ത മീനാണ് ഈ ഒരു കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്പൂണിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ, മീനങ്ങ് പൊടിഞ്ഞു പോകും. ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ അടച്ചു വെച്ച് നന്നായിട്ടൊന്നങ്ങ് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ മീൻ പീര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് വറ്റി നല്ല അരപ്പൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഒരു മണവും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കറി വെക്കുമ്പോൾ അതിന് വ്യത്യസ്തമായി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഹംനൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്